മാളവിക എന്ന 9ാം ക്ലാസ്സുകാരി ഇന്ന് ഏറെ സന്തോഷത്തിലാണ്. ആദ്യമായി വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചതിന്റെ സന്തോഷം. വീട്ടിൽ വൈദ്യുതി ഇല്ലെന്ന് പറഞ്ഞ് മന്ത്രി എം മണിക്ക് വാട്സാപ്പ് വീഡിയോ അയച്ച മാളവികയ്ക്ക് ദിവസങ്ങൾക്കകമാണ് മന്ത്രി വൈദ്യുതി എത്തിച്ചു നൽകിയത്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും ഞാനും മാത്രമാണ് ഉള്ളത്. എനിക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിരുന്നു. ക്ലാസ് നന്നായിട്ട് നടക്കുന്നില്ല, കാരണം വൈദ്യുതി ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും വൈദ്യുതി വകുപ്പ് മന്ത്രി മണിയാശാൻ എന്തെങ്കിലും നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതാണ് മാളവിക വൈദ്യുത മന്ത്രി എം മണിക്ക് അയച്ച വാട്സാപ്പ് വീഡിയോ. ഈ മാസം 17-ന് മാളവിക അയച്ച ഈ വീഡിയോ കണ്ട് മന്ത്രി ഉടൻ തന്നെ വിഷയത്തിൽ ഇടപെട്ടു. കഴിഞ്ഞ ദിവസം മാളവികയുടെ വീട്ടിൽ അങ്ങനെ ആദ്യമായി വൈദ്യുതി എത്തി. അതിന്റെ സന്തോഷത്തിലാണ് മാളവിക. എനിക്കിവിടെ മുമ്പ് വൈദ്യുതി ഇല്ല, ഒരു വീടില്ല, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ അവസ്ഥ. ഇപ്പോൾ ചെറുതായിട്ടൊരു വീട് ഞങ്ങൾ ഒന്ന് പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് വൈദ്യുതി ലഭിച്ചു. എനിക്കിവിടെ മുമ്പ് ഒന്നുമില്ലാതൊരു അത്രയ്ക്ക് ദയനീയ അവസ്ഥയായിരുന്നു. വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ ഉറിയാക്കോട് വാർഡിൽ കല്ലുവാങ്കോണത്ത് 5 വർഷമായി കൊച്ചുകുടിലാണ് മാളവികയും അമ്മ സ്മിതയും താമസിക്കുന്നത്. താമസിക്കുന്ന ഭൂമിയുടെ രേഖയില്ലാത്തത് കാരണം വൈദ്യുതിയും ഇവർക്ക് അന്യമായിരുന്നു. എന്നാൽ ഇന്ന് അത് യാഥാർത്ഥ്യമായി. വൈദ്യുതി ലൈൻ വലിക്കാൻ ചുവരില്ലാതിരുന്നതിനെ തുടർന്ന് വാർഡ് മെമ്പർ കുമാരദാസ് ഇടപെട്ട് ഒരു മുറി നിർമ്മിച്ചു നൽകിയാണ് വൈദ്യുതി എത്തിച്ചത്. കഴിഞ്ഞ 17-ാം തീയതി ഏതാണ്ട് ഒരു 11:30 മണിയോടുകൂടി ഞങ്ങൾ വാട്സപ്പ് മെസ്സേജ് കൊടുത്തതിന് ശേഷം ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ അവിടെ നിന്ന് വിവരം കിട്ടിയത് ആവശ്യമായ ക്രമീകരണം പഞ്ചായത്ത് മെമ്പർ എന്ന തരത്തിൽ ഉണ്ടാക്കി കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചു. അടിയന്തരമായി തന്നെ റിപ്പോർട്ട് കൊടുത്തു. പഞ്ചായത്തിൽ നിന്നും ടിവിയും കേബിൾ കണക്ഷനും ഇതോടൊപ്പം നൽകി. അടുത്ത വീട്ടിൽ പോകാതെ സ്വന്തം വീട്ടിലിരുന്ന് മാളവികയ്ക്ക് ഇനി മുതൽ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാം. നിലവിൽ ലൈഫ് പദ്ധതിയിലും മാളവികയെയും അമ്മയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടച്ചുറപ്പുള്ള ഒരു വീട് എന്നത് മാത്രമാണ് ഇനി ഈ അമ്മയുടെയും മകളുടെയും സ്വപ്നം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.